ഹായ് മക്കളെ, അനോസാറാണ്. എടാ, നമുക്ക് 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അരിത്തമെറ്റിക് സീക്വൻസ് ആൻഡ് സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ ഒരു ചാപ്റ്റർ വെറും ഒരു 20 മിനിറ്റിനുള്ളിൽ നമുക്ക് പഠിച്ചാലോ. ചാപ്റ്ററിന്റെ അകത്തുള്ള മുഴുവൻ കണ്ടന്റും എങ്ങനെയാണ് ചോദ്യം വരിക എന്നുള്ള കാര്യങ്ങളും നമുക്കൊരു 20 മിനിറ്റിനുള്ളിൽ എന്ത് ചെയ്യാവുന്ന സെറ്റാണ്. പെട്ടെന്ന് കാണാം. അതായത് നമുക്ക് ഇനി എക്സാമിന് കുറച്ച് സമയമുള്ളൂ. ആ കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യണം, കൂടുതൽ കാര്യങ്ങൾ ചെറിയ സമയം കൊണ്ട് നമ്മളിലേക്ക് എത്തണം. അപ്പൊ ആ രീതിക്കാണ് സാർ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ നമ്മുടെ 13 ചാപ്റ്റേഴ്സും ചെറിയ സമയത്തിനുള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ അതിൽ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ സമാന്തര ശ്രേണികൾ അരിത്തമെറ്റിക് സീക്വൻസസ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ വെറും ഒരു 20 മിനിറ്റിനുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് പഠിക്കാൻ പോകും. എങ്ങനെയാണ് ചോദ്യം വരിക, അതേപോലെ തന്നെ എന്തെല്ലാമാണ് നമ്മൾ പഠിക്കാനുള്ളത്, ഏതൊക്കെയാണ് ഇക്വേഷൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കാര്യം, അതിന് മുന്നേ നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ പ്രീമിയം ബാച്ച് ഇപ്പോഴും SLCയുടെ എന്തുണ്ട്, 1000 രൂപയ്ക്ക് നമ്മൾ ഉണ്ട്. മക്കൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക, കാര്യങ്ങൾ പഠിക്കുക, കാര്യങ്ങളിലേക്ക് പോവുക. ഓക്കെ, ചാപ്റ്റർ 1 അരിത്തമെറ്റിക് സീക്വൻസ് ആൻഡ് ഓൾജിബ്ര എന്ന് പറയുന്ന അരിത്തമെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ ചാപ്റ്ററിന്റെ അകത്ത് നമുക്ക് പഠിക്കാനുള്ള കാര്യം, ഫസ്റ്റ് പഠിക്കാനുള്ള കാര്യം എന്താണ് അരിത്തമെറ്റിക് സീക്വൻസസ് എന്നാണ്. സമാന്തര ശ്രേണികൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. അപ്പോൾ സമാന്തര ശ്രേണികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് അറിയാം, സമാന്തര ശ്രേണികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒരേ നമ്പർ തന്നെ ആഡ് ചെയ്ത് പോകുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയാം, സമാന്തര ശ്രേണികൾ എന്ന് പറയും. ഓക്കെ, സമാന്തര ശ്രേണികൾ എന്ന് പറഞ്ഞാൽ എന്താണ്, കൃത്യമായിട്ട് ഒരേ നമ്പേഴ്സ് തന്നെ ആഡ് ചെയ്തു. അതായത് ഒരു നമ്പർ ഉണ്ട്, ഒരു ഫിക്സഡ് നമ്പർ ഉണ്ട് എന്ന് വെക്കുക. ഞാൻ അതിന് എന്തെടുക്കുന്നു, എ എന്ന് പറയുന്ന ഒരു നമ്പർ ആണ് വെക്കുക. എ എന്ന് പറയുന്ന ഒരു നമ്പർ ആണെങ്കിൽ ഫസ്റ്റ് നമ്പർ, അതിനോടൊരു പ്രത്യേക നമ്പർ ഡി ആണ് നമ്പർ, അതിങ്ങനെ ആഡ് ചെയ്ത് പോവുക. അങ്ങനെ ആഡ് ചെയ്ത് പോകുന്ന സീക്വൻസിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്, സമാന്തര ശ്രേണി എന്ന് പറയുന്നത്. ഇത് നമ്മളെ ഫസ്റ്റ് നമ്പർ, ഇവിടെ എ എന്ന് ഞാൻ കൊടുത്ത നമ്പറിനെ നമ്മൾ പറയുക ഫസ്റ്റ് ടേം എന്നാണ്. ഫസ്റ്റ് ടേം അത് നമ്മൾ ഒന്നുകിൽ x1 വെച്ചോ അല്ലെങ്കിൽ f വെച്ചോ നമ്മൾ നൊട്ടേറ്റ് ചെയ്യും. ഇനി അല്ല, ഈ ആഡ് ചെയ്ത നമ്പർ നമ്മൾ അതിന് പറയുന്ന പേര് കോമൺ ഡിഫറൻസ് എന്നാണ്. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്, ഡി ആണ്. കോമൺ ഡിഫറൻസ് എന്താണ്, ഡി ആണ്. ഡി എന്നാണ് എടുക്കുക. അപ്പൊ കോമൺ ഡിഫറൻസിന് മലയാളത്തിൽ നമ്മൾ പറയുന്ന പേരെന്താ, പൊതു വ്യത്യാസം. പൊതു വ്യത്യാസം. ഇത് ആദ്യ പദവും കേട്ടോ. അങ്ങനെ ഏത് സമാന്തര ശ്രേണി തന്നാലും നമുക്ക് അതിൻ്റെ അകത്ത് ആദ്യ പദവും കണ്ടുപിടിക്കാം, അതേപോലെ തന്നെ എന്തും കണ്ടുപിടിക്കാം, പൊതുവ്യത്യാസവും കണ്ടുപിടിക്കാം. ഫസ്റ്റ് ടേമും കാണാം, കോമൺ ഡിഫറൻസും കാണാം. അപ്പൊ നോക്കിക്കോ, ഞാനിപ്പോ ഒരു ശ്രേണി തന്നു. ശ്രേണി ഉദാഹരണത്തിന് 2, 5, 8 എക്സെട്ര എന്ന് പറയുന്ന ശ്രേണിയാണ് സമാന്തര ശ്രേണി. ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഫസ്റ്റ് കാണുന്ന നമ്പർ അതേതാ, 2. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സെക്കൻഡ് ടേം രണ്ടാം പദത്തിൽ നിന്ന് ഒന്നാം പദം കുറച്ചാൽ മതി. 5 2 കുറച്ചാൽ എന്ത് കിട്ടി, 3 കിട്ടി. സിമ്പിൾ ആണ്, ഇങ്ങനെ കണ്ടുപിടിക്കും. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് പഠിക്കാനുള്ള ആദ്യത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശ്രദ്ധിച്ചോ മക്കളെ, ഇപ്പോ നോക്കിക്കോളെ, ഞാൻ പറഞ്ഞത് പ്രകാരം ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഞാൻ എ എടുത്താൽ, നമ്മൾ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് അത് ഞാൻ x2 എന്ന് എടുക്കുന്നത്, x1 a പ്ലസ് ഡി ആണ്. അല്ലെങ്കിൽ ഞാൻ ഇതിനെ മാറ്റി നമുക്ക് ഒന്നുകൂടി കുറച്ചുകൂടി എന്ത് ചെയ്യാം, ക്ലിയർ ആക്കി പറഞ്ഞുതരാം. ഫസ്റ്റ് ടേം നമ്മൾ x1 ആണ്. സെക്കൻഡ് ടേം ആയിട്ടുള്ള x2 കാണാൻ നമ്മൾ x1ന്റെ കൂടെ ഡി ചേർക്കുന്നു. അങ്ങനെ ആകുമ്പോൾ തേർഡ് ടേം കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, x2ന്റെ കൂടെ ഡി ചേർത്താൽ മതി. ഓക്കെ, ഇനി അല്ല, നേരെ തിരിച്ച് ഇത് നമുക്ക് ഇങ്ങനെ എഴുതി കൂടെ, x1ന്റെ കൂടെ എത്ര ഡി, 2 ഡി. ഇങ്ങനെ നമുക്ക് എങ്ങനെ വേണേ എഴുതാം. അതായത് xn എന്ന് പറയുന്നത് x1ന്റെ കൂടെ n-1 ഡി വെച്ച് ചെയ്യുന്നതായിരിക്കും. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് കാര്യം. അതായത് 9ാം പദം കാണണമെങ്കിൽ നിങ്ങൾ 1ാം പദത്തിന്റെ കൂടെ എത്ര ഡി കൂട്ടണം, 8 ഡി കൂട്ടണം. നേരെ തിരിച്ച് 1ാം പദം കാണണമെങ്കിൽ 9ാം പദത്തിൽ നിന്ന് എത്ര ഡി കുറയ്ക്കണം, 8 ഡി. ഈ ഒരു ഐഡിയ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് എന്ത്, നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ബേസ് അറിയുക എന്നുള്ള കാര്യം. ഓക്കെ, ഇതാണേ കാര്യം. ഇതിപ്പോ ഉദാഹരണത്തിന് നിങ്ങളോട് ചോദിക്കുന്നത് 11ാം പദമാണെങ്കിൽ, 11th ടേം ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഫസ്റ്റ് ടേമിന്റെ കൂടെ എന്ത് ചെയ്താൽ മതി, x1 പ്ലസ് എത്ര ഡി ചെയ്താൽ മതി, 10 ഡി ചെയ്താൽ മതി. ഓക്കെ, x1 പ്ലസ് 10 ഡി. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായി, ആൻസർ ആയി. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഇതിൽ വരുന്ന മറ്റൊരു സംഭവമുണ്ട്, ഒരു സ്പെഷ്യൽ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്. സാധനം ഓക്കെ ആണെന്ന് കരുതുന്നു. ഇതിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു സ്പെഷ്യൽ ടൈപ്പ് ഉണ്ട്. സ്പെഷ്യൽ ടൈപ്പ് എന്താണെന്ന് പറഞ്ഞാൽ മക്കൾ നോക്കിക്കോ. The third term of an arithmetic sequence is 15 and 8th term is 35. സമാന്തര ശ്രേണിയുടെ 3ാം പദം 15, 8ാം പദം 35. What is 13th term? What is 20th term? ഇത്രയേ ഉള്ളൂ. x3
15 x8 35 ആണ്. അതായത് ഇവിടെ കൂടുന്നത് 5 ആണ്. 5 കൂടുമ്പോൾ ഇവിടെ എത്ര കൂടുന്നു? 20 കൂടുന്നു. ഇനി അടുത്ത 13 എന്ന് പറഞ്ഞാൽ എത്രയാ? x13 എന്ന് പറഞ്ഞാൽ വീണ്ടും 5 കൂടുന്നു. അപ്പൊ നമ്മൾ എത്ര കൂട്ടിയാൽ മതി? വീണ്ടും 20 കൂട്ടിയാൽ മതി. സോ ആൻസർ എന്താണ്? 55 ആണ്. അടുത്തത് x23 ആണ്. 23 എന്ന് പറഞ്ഞാൽ 10 കൂടുന്നത്. 5 കൂടുമ്പോൾ 20 ആണെങ്കിൽ 10 കൂടുമ്പോൾ 40 കൂടും. ദാറ്റ് ഈസ് 95. ഇങ്ങനെ സിമ്പിൾ ആയിട്ട് പ്രോബ്ലം ചെയ്യണം, ഭാഗത്തുള്ള പ്രോബ്ലം ചെയ്യണം. അതാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ള കാര്യം. ആദ്യം പഠിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സാധനമാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ ആണല്ലോ. എന്താണ് സമാന്തര ശ്രേണി, എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ്, അതിൻ്റെ അകത്ത് എങ്ങനെയാണ് നമ്മൾ ടേം കണ്ടുപിടിക്കുക, ടേം കാണുന്നത് ഞാൻ പറഞ്ഞു തന്നു. ഇനി ഇങ്ങനെയുള്ള ഒരു ടൈപ്പ് കണക്ക്, ഇതൊന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ പബ്ലിക് എക്സാമിന് നിങ്ങൾക്ക് എന്തായാലും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. ഓക്കെ, അടുത്ത ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് തന്നെ വരുന്ന മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. 101 ഈസ് എ ടേം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ്. 13, 24, 35 എന്ന് പറയുന്ന ഒരു സീക്വൻസ് എക്സെട്ര. ഈ സീക്വൻസിന്റെ അകത്ത് 101ഉം 100ഉം ടേം ആണോ എന്നാണ് ചോദ്യം, പദമാണോ എന്നാണ് ചോദ്യം. അപ്പൊ ഒറ്റ കാര്യം ചെയ്താൽ മതി. നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിന്റെ കോമൺ ഡിഫറൻസ് ആദ്യം കാണുക, പൊതുവ്യത്യാസം കണ്ടുപിടിക്കുക. പൊതുവ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 - 13 ആണ്. 4 3 പോയാൽ 1, 2 1 പോയാൽ 11. ഡി എന്ന് പറയുന്ന 11 ആണ്. ഈ ഡി വെച്ചിട്ട് ഇതിലുള്ള ഏതെങ്കിലും ഒരു ടേം ഡിവൈഡ് ചെയ്ത് നോക്കാം. ഞാൻ 13നെ ഡിവൈഡ് ചെയ്തു. ഒരു പ്രാവശ്യം 11, ബാക്കി എത്രയാ? 2. റിമൈൻഡർ എത്രയാ കിട്ടുന്നത്? 2. ഇത്രയേ ഉള്ളൂ. ഈ സമാന്തര ശ്രേണിയിലെ ഏത് സംഖ്യയെയും ഈ സമാന്തര ശ്രേണിയിലെ ഏത് സംഖ്യയെയും നമ്മൾ 11 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ശിഷ്ടം 2 കിട്ടണം. റിമൈൻഡർ എത്ര കിട്ടണം? 2 കിട്ടണം എന്ന് മാത്രം ആലോചിച്ചാൽ മതി. അപ്പൊ ഞാൻ നോക്കിക്കോ, ഞാൻ 101 പദമാണോ നോക്കാം. 101നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ 11 × 9 99. റിമൈൻഡർ എത്ര കിട്ടി? 2 കിട്ടി. സോ 101 എന്താണെടാ? പദമാണ്, ടേം ആണ്. 101 ഈസ് എ ടേം. 101 ടേം ആണ്. ഇനി 100 ടേം ആണോ എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ 100 ടേം ആണോ എന്ന് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 100നെ ഡിവൈഡ് ചെയ്യുക. 11 കൊണ്ട് 11 99. റിമൈൻഡർ കിട്ടുന്ന 1 ആണ്. സോ 101 അല്ല. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്യണം? ഭാഗത്ത് പഠിക്കണം. ഇതാണ് ചാപ്റ്ററിന്റെ ആദ്യ ഭാഗം എന്ന് പറയുന്ന ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ള ഭാഗങ്ങൾ. അടുത്ത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു ടേം കണക്ഷൻ ആണ്. കണക്ഷൻ മക്കൾ ഇത്ര മാത്രം നോക്കിയാൽ മതി. ഒരു സമാന്തര ശ്രേണിയിലേടാ 10ാം പദം നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? 25 ആണ് എന്ന് തന്നു. x10 25 ആണ്. നമ്മളോട് കാണാൻ പറയുന്നത് എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x10 25 ആണെങ്കിൽ പറയുന്ന കാര്യം ശ്രദ്ധിക്കണേ മക്കളെ. x10 എന്ന് പറയുന്ന 25 ആണെങ്കിൽ x9ഉം x11ഉം, അതായത് ഇവിടെ നോക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ x9 x11 എന്ന് പറയുന്നത് നമുക്ക് തന്ന 10ന്റെ 2 അറ്റങ്ങളാണ്. അതായത് അതിൽ നിന്ന് ഒന്ന് കുറച്ചതും ഒന്ന് കൂട്ടിയതുമാണ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ എത്ര കിട്ടും എന്നാണ് ചോദ്യം. അത് രണ്ടും കൂടി പ്ലസ് ചെയ്താൽ മക്കളെ ഒറ്റ കാര്യം ചെയ്താൽ മതി. 25 × 2 50 ആയിരിക്കും. അതായത് അവിടെ കിട്ടുന്ന ഏത് പേരാണെങ്കിലും, ഇപ്പോൾ x8 2 കുറഞ്ഞിട്ടുള്ള പേര് x8ഉം x12ഉം, അതായത് 10ാം പദത്തിൽ നിന്ന് 2 കുറഞ്ഞതാണ് x8, 10ാം പദത്തിനോട് 2 കൂട്ടിയതാണ് 12. ഓക്കെ, അപ്പൊ x10 ന്ന് 2 കുറച്ചാൽ x8ഉം കിട്ടി, x10 ന്ന് 2 കൂട്ടിയാൽ x12 കിട്ടി. സോ x8 + x12 എത്ര തന്നെയായിരിക്കും? 50 ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതായത് തുല്യമായ അളവിൽ കുറയുകയും കൂടുകയും ചെയ്യുന്ന ടേമുകൾ തമ്മിലുള്ള തുക എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? തന്നിരിക്കുന്ന നടുവിലുള്ള ടേമിന്റെ ഇരട്ടിയായിരിക്കും. ഓക്കെ, ഇനിയിപ്പോ നമ്മളോട് ഇതെല്ലാം കൂടി ഈ 5 കൂട്ടി എത്ര കിട്ടും എന്ന് ചോദിക്കുന്നു. ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. ഇത് രണ്ടും കൂട്ടി 50, ഇത് രണ്ടും കൂട്ടി 50, x10 25. അപ്പൊ 50 50 100 125. അല്ലെങ്കിൽ ഈ നടുവിലത്തെ ടേം എടുക്കുക 25. ആ നടുവിലത്തെ ടേം 25നോട് എത്ര ടേം ഇവിടെ ഉണ്ട്? 5 5 പദങ്ങളുണ്ട്. 25 × 5 ചെയ്താൽ മതി 125. ഇതാണ് അടുത്ത തേർഡ് കൺസെപ്റ്റ്. ചാപ്റ്ററിന്റെ അകത്തുള്ള തേർഡ് കൺസെപ്റ്റ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കൺസെപ്റ്റുകളിൽ ഒന്നാണ് ഇത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് നമുക്ക് ഈ പറഞ്ഞ തുകകൾ 2 തരത്തിലുണ്ട്. എണ്ണം ഒറ്റ സംഖ്യ ആവുന്ന കേസുണ്ട്, എണ്ണം ഇരട്ട സംഖ്യ ആവുന്ന കേസുണ്ട്. ഓടും ഉണ്ട്, ഈവണും ഉണ്ട്. ഓട് ഒറ്റ, അതേപോലെ തന്നെ ഈവൺ ഉണ്ട്. ഓടും ഉണ്ട്, ഈവൺ ഉണ്ട്. അപ്പോൾ മിഡ് മധ്യപദം എന്ന് പറയുന്നത് സം ബൈ നമ്പർ, തുക ബൈ എണ്ണമാണ്. സം ബൈ നമ്പർ, തുക ബൈ എണ്ണമാണ്. സോ S15 പദങ്ങളുടെ തുക എന്ന് പറയുമ്പോൾ എന്ത് കിട്ടി? 105. ഞാനിവിടെ ഇതാ പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ ഒറ്റ സംഖ്യ ആണെങ്കിൽ അവിടെ നമുക്ക് പഠിക്കേണ്ട കാര്യം മിഡ് ടേം എന്ന് പറയുന്ന രാശിയാണ്. ഓക്കെ, ഒറ്റ സംഖ്യ എന്ന് പറയുമ്പോൾ മിഡ് ടേം ആണ്. അപ്പോൾ ഒറ്റയാവുമ്പോൾ അതിന് കൃത്യം നടുവിലൊരു സംഖ്യ ഉണ്ടാവും. അത് കാണാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആകെയുള്ള തുകേന എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. എന്ത് ചെയ്താൽ മതി? സം ബൈ നമ്പർ ചെയ്താൽ മതി, തുക ബൈ എണ്ണം ചെയ്താൽ മതി. തുക ബൈ എണ്ണം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? അതിന്റെ ആൻസർ കിട്ടി. സിമ്പിൾ ഐഡിയ ആണ് തുക ബൈ എണ്ണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കി നോക്കും മക്കളെ.
ഓക്കെ, ഇവിടെ S15 ഈസ് ഈക്വൽ ടു 105 ആണ്, X8 ഈസ് ഈക്വൽ ടു 105/15. അങ്ങനെ ചെയ്താൽ മതി. അതായത് നമ്മളോട് പറഞ്ഞത് 15 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് 105 തന്നിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ ആണ്. 15 പദങ്ങളുടെ തുക 105 ആണെങ്കിൽ മക്കൾ എത്രമാത്രം 15ന്റെ മിഡ് ടേം എന്ന് പറയുന്നത് 15നോട് 1 കൂട്ടി 2 ചെയ്താൽ മതി. അപ്പൊ 15 + 1 16, 16/2 8. എട്ടാം പദം കാണാൻ മക്കൾ എത്ര ചെയ്താൽ മതി? 105നെ നമ്മൾ 15 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ആൻസർ എന്ത് കിട്ടി? 7 എന്ന് പറയുന്ന ഒരു ആൻസർ കിട്ടി. ഇത്രയേ ഉള്ളൂ. ഏത് കിട്ടിയാലും. ഇപ്പൊ ഉദാഹരണത്തിന് വേറെ ചോദ്യം. ഉദാഹരണത്തിന് എന്ത് ചോദിക്കുന്നു? ഒരു 5 പദങ്ങളുടെ തുക S5 എന്ന് പറയുന്നത് 30 ആണെങ്കിൽ ഇതിന്റെ മിഡ് ടേം ഏതായിരിക്കും? മിഡ് ടേം എന്ന് പറയുമ്പോൾ 5നോട് 1 കൂട്ടി 6, 6/2 3. അപ്പോൾ തേർഡ് ടേം X3 ആണ്. തേർഡ് ടേം X3 ആണ്. X3 കാണാൻ മക്കൾ എന്ത് ചെയ്താൽ മതി? ഈ 30നെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ 30നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 30/5 എന്ത് കിട്ടി? 6 എന്ന് പറയുന്ന ഒരു ആൻസർ കിട്ടി. 30/5 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടി? 6 എന്ന് പറയുന്ന ഒരു ആൻസർ കിട്ടി. സിമ്പിൾ ഐഡിയ ആണ്. സിമ്പിൾ ഐഡിയ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും? ആൻസർ കിട്ടും. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഏത് വേണേലും കാണാം. ഏതിന്റെ വേണേലും കാണാം. അപ്പോൾ ഒരു 5 എണ്ണത്തിന്റെ സമ്മ് എന്നുള്ള പറഞ്ഞാൽ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? 7 എണ്ണത്തിന്റെ സമ്മ്. 7 എണ്ണത്തിന്റെ സമ്മ് 49 ആണെങ്കിൽ X7 കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 7 + 7 അല്ല കേട്ടോ, 7 + 1/2 8/2 4. നാലാമത്തത് എന്ന് പറഞ്ഞാൽ 49/7 7 ആയിരിക്കും. 7 പദങ്ങളുടെ തുക എന്ന് പറയുമ്പോൾ അതിനോട് എന്ത് ചെയ്യുക? നമ്മൾ 1 കൂട്ടുക, 8. 8 എന്ന് പകുതിയാക്കുക, 4. നാലാമത്തതായിരിക്കും അതിന്റെ എന്ത്? മിഡ് ടേം എന്ന് പറയുന്നത് നാലാമതായിരിക്കും. മിഡ് ടേം, മധ്യപദം എന്ന് പറയുന്നത് അതായിരിക്കും. ഓക്കെ, അപ്പൊ 7 കിട്ടി. അങ്ങനെയാണെങ്കിൽ അടുത്ത് അതേപോലെ തന്നെ നമ്മളിപ്പോ പറഞ്ഞ ഒറ്റ സംഖ്യ വരുമ്പോഴുള്ള കേസ് ഇതേപോലെ എന്തും വരും? ഇരട്ട സംഖ്യ വരുന്ന കേസുണ്ട്. ഇത് മാത്രം പഠിച്ചാൽ മതി. ഇന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രം, ഈ പറഞ്ഞ കാര്യങ്ങൾ കൺസെപ്റ്റ് ആയിട്ട് മാത്രം പഠിച്ചാൽ മതി. 20 മിനിറ്റിനുള്ളിൽ കൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടാൻ പോവാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പെയർ സം എന്ന് പറയുന്ന സാധനമുണ്ട്. ഇത് ഞാൻ കുറച്ചുകൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാൻ എളുപ്പം എന്നാണ് നോക്കിയോ. അപ്പൊ X1, X2, X3, X4, X5, X6 എത്ര ഉണ്ട്? എടാ 6 എണ്ണം ഉണ്ട്. 6 എണ്ണത്തിന്റെ പ്രത്യേകത എന്തായിരിക്കും? നാം നോക്കിക്കോളാം. ഒറ്റ കാര്യം പഠിച്ച സെറ്റാണ്. ഒന്നാമത്തെയും ലാസ്റ്റത്തെയും ഒരു പേരാണ്. രണ്ടാമത്തെയും ലാസ്റ്റത്തേന്റെ മുമ്പിലത്തെ ഒരു പേർ. ഇത് രണ്ടും അടുത്ത പേർ. അപ്പൊ എത്ര എണ്ണായി? 6 എണ്ണം എന്ന് പറയുമ്പോൾ 6 ടേം ആണുള്ളത്, 6 പദങ്ങളാണുള്ളത്. 6 പദങ്ങൾ എന്ന് പറയുമ്പോൾ എത്രയുണ്ട്? അതൊന്ന് ആലോചിച്ച് നോക്കും മക്കൾ. 6 പദങ്ങളാണ് എന്ന് പറയുമ്പോ പറയൂ 6 പദങ്ങൾ എന്ന് പറയുമ്പോൾ മക്കൾ ഇത്ര മാത്രം ആലോചിച്ചാൽ മതി. അതിന്റെ നേരെ പകുതി 3 ടേം ആണ് ഉണ്ടാകുക. 6 പദങ്ങൾ എന്ന് പറയുമ്പോൾ എത്ര ഉണ്ടാകുക? 3 ടേം ആണ് ഉണ്ടാകുക. 3 ടേം. 6 പദങ്ങൾ എന്ന് പറയുമ്പോൾ 3 ടേം ആണ് ഉണ്ടാകുക. 6 പദങ്ങൾക്ക് 3 ടേം ആണെങ്കിൽ ആ 3 ടേമിന്റെ 3 പേരാണ്. 3 ജോഡികളാണ്. 3 ജോഡികളുടെ തുകയായിരിക്കും ഇതെല്ലാം കൂടി കൂട്ടിയാൽ. ഓക്കെ, 6 എന്ന് പറയുമ്പോൾ 3 പേരായിരിക്കും. ഓരോ പേരിന്റെയും സം ഈക്വൽ ആയിരിക്കും, തുക ഈക്വൽ ആയിരിക്കും. ഓരോ ജോഡിയുടെയും തുക എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ ഞാനിവിടെ പറയുന്നു 20 ടേമിന്റെ തുക എന്ന് പറയുമ്പോൾ 600 ആണ്. 20 ടേമിന്റെ തുക 600 ആണെങ്കിൽ അവിടെ എത്ര പേരുണ്ടാകും? 10 പേരുണ്ടാവും. എത്ര പേരുണ്ടാവും? 10 പേരുണ്ടാവും. 10 പേരാണ് ഉണ്ടാകുക. 10 പേർ. 10 പേരിന്റെയും സമ്മ് തുക എന്ന് പറയുന്നത് 600 തന്നെയാണ്. 10 പേരുടെയും സമ്മ് തുക എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? 600 തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു പേരിന്റെ സമ്മ് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 600നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. നമുക്ക് എത്ര കിട്ടും? 60 കിട്ടും. സിമ്പിളാണ്, സിമ്പിൾ ഐഡിയ ആണ്. അപ്പോൾ എത്ര പേരുണ്ട് നോക്കാം. എത്ര പേർ? അതാണ് ഞാനിവിടെ പറഞ്ഞത്. പെയർ സം. ഒരു പേരിന്റെ സമ്മ് കാണാൻ അല്ലെങ്കിൽ ഒരു ജോഡിയുടെ തുക കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? സം ബൈ നമ്പർ ഓഫ് പേഴ്സ്. തുക ബൈ ജോഡികളുടെ എണ്ണം മാത്രം ചെയ്താൽ മതി. തുക ബൈ എന്ത്? ജോഡികളുടെ എണ്ണം മാത്രം ചെയ്താൽ മതി. ഇപ്പൊ ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞുതരാം ഞാൻ. ഇപ്പൊ മക്കളെ കയ്യിൽ ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഒരു 10 ജോഡി, 10 എണ്ണത്തിന്റെ സമ്മ് എന്ന് പറയുന്നത് 300 ആണ്. 10 എണ്ണത്തിന്. അപ്പൊ മക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ 10 ടേം പദം, 10 പദം എന്ന് പറയുമ്പോൾ അതിന്റെ നേരെ പകുതി എടുക്കുക. 5 ജോഡിയാണ് ഉണ്ടാകുക. 5 ജോഡി, 5 പേർ. ഈ 5 പേരിന്റെ സമ്മാണ് എത്ര? 300. അപ്പൊ S10 എന്ന് പറയുമ്പോൾ 5 പേരിന്റെ സമ്മ് ആണ് എത്ര വരുന്നത്? നമുക്ക് കിട്ടുന്ന 300 കിട്ടും. 5 പേരിന്റെ സമ്മ് എന്തായിട്ട് മാറുന്നു? 300 ആയിട്ട് മാറിയാൽ ഒരു പേരിന്റെ സമ്മാണ് നമ്മളോട് ചോദിക്കുക. ഇപ്പൊ ചോദിക്കുക ചിലപ്പോ X1 + X10 എത്രയാണ് എന്നാണ് ചോദിക്കുക.
അല്ലെങ്കിൽ x2 പ്ലസ് x9 എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ വരിക. അപ്പൊ ഇതൊക്കെ സെയിം ആയിരിക്കും. ഇതൊക്കെ എന്ത് ചെയ്താൽ മതി, 300/5 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടിയടാ, 60 എന്നുള്ള ആൻസർ കിട്ടി. 300/5 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടി, 60 എന്ന് പറയുന്ന ആൻസർ കിട്ടി. 60 ഓരോന്നിന്റെ പേരിന്റെയും സമ്മ വരിക. ഇനിയിപ്പം ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നു, x3 6 അല്ല ഒരു 10 ആണെങ്കിൽ, x3 10 ആണെങ്കിൽ x8 എത്ര എന്നുള്ളൊരു ചോദ്യം വരും. അപ്പൊ മക്കൾ ഇത്ര മാത്രം ആലോചിച്ചാൽ മതി. x3 x8 ഒരു പേരാണ്, അത് 60. x3 10 ആണെങ്കിൽ 10 പ്ലസ് x8 60 ആണെങ്കിൽ x8ന്റെ വില 60 മൈനസ് 10 എത്ര കിട്ടി, 50 കിട്ടി. ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർന്നതാണ് നമ്മുടെ എന്ത് ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിലെ കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് ഈ 20 മിനിറ്റിൽ മക്കൾക്ക് പഠിക്കാനുള്ളത് 20 മിനിറ്റ് ആയിട്ടുണ്ടാവില്ല, ഒരു 20 മിനിറ്റിന്റെ ആ ചോടയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം, ചാപ്റ്ററിൻ്റെ അകത്തുള്ള ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റും അതിന്റെ എക്സാമ്പിൾസും അറിയാം. ഇനി മക്കൾ ചെയ്യേണ്ട ഒറ്റ കാര്യം എന്താണ്, മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യണം. അപ്പൊ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ മക്കൾ എവിടെ വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പബ്ലിക് എക്സാം 16-ാം തീയതിയാണ് മാത്സിന്റെ എക്സാം. അപ്പൊ അതിന്റെ 2 തലേ ദിവസം നമുക്ക് ഫ്രീ ആണ്, 14-15. സാറ് അനുമോദ് സാറ് 13-ാം തീയതി തുടങ്ങും. 13-ാം തീയതി നൈറ്റ് തൊട്ട് നമ്മൾ തുടങ്ങും നമ്മുടെ മാത്സിന്റെ അകത്തുള്ള ക്വസ്റ്റ്യൻസും പ്രഡിക്ഷൻസും ഒക്കെ ആയിട്ട്. അപ്പോൾ 13, 14, 15 3 ദിവസം MS സൊല്യൂഷന്റെ യൂട്യൂബ് ചാനലിൽ കയറിയാൽ സെറ്റാണ്, പബ്ലിക് എക്സാം നമ്മൾ തൂക്കും. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് 1ാമത്തെ ചാപ്റ്ററിൽ മക്കളോട് പറയാനുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ 1ാമത്തെ ചാപ്റ്റർ അടിപൊളിയായിട്ട് പഠിക്കുക. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.